ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെറും 5 മിനിറ്റ് മതി. അതുപോലെ ഇതിലേക്ക് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് എണ്ണയും മതി ഈ ഒരു സ്നാക്കിനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത് പിന്നീട് വേണമെങ്കിൽ പൊടിച്ചിട്ട് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ 4 പീസാക്കി എടുക്കുന്നുണ്ട് ഓരോ ബ്രെഡും. ഇതേപോലെ ചെറിയ സ്ക്വയർ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ബ്രെഡ് വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എരിവുണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് ചില്ലി സോസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മയോണൈസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിസ്സയിലേക്കൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഓരോ ബ്രെഡിൻ്റെ ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കാൻ ഇവിടെ ഞാൻ സ്ലൈസ് ചെയ്ത ചീസ് എടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചീസ് ഈ ഒരളവിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലുള്ള ചീസ് ആകുമ്പോൾ ഒരുപാട് കനം ഉണ്ടാവില്ല, അപ്പോൾ കറക്റ്റായിട്ട് ആ ബ്രെഡിലേക്ക് അങ്ങ് ഇരുന്നോളും. കുറച്ചും കൂടെ സോസ് ഒന്ന് സ്പ്രെഡാക്കിയിട്ടുണ്ട് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത പീസ് ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ സോസും ചീസും ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് മുട്ടയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ടയിൽ കുറച്ച് പാല് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കും. കുറച്ച് ലിക്വിഡായിട്ട് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് നമുക്ക് ഡിപ്പാക്കി എടുക്കാനും പറ്റും. ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കോൺഫ്ലേക്സ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രെഡ് ക്രംസ് മാത്രമായാലും മതി. നമ്മൾ ആ അരികൊക്കെ മുറിച്ചെടുക്കുന്ന ആ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മുട്ട വേണമെങ്കിൽ ഒരു മുട്ടയുടെ ഒക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മുട്ടയും കുറച്ച് പാലും മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മൈദ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്താലും മതി. ഒരു ഫ്രൈങ് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് എണ്ണ പിടിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒഴിക്കുന്ന കുറച്ച് മാത്രം എണ്ണ മാത്രം മതിയാവും. ഇതേപോലെ നിരത്തി വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ തീ കൂട്ടിയിട്ടിട്ട് ചെയ്യരുത്, കാരണം ഇതിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടാൽ വേഗം തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ ആദ്യം ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡ് കൂടി ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ, നല്ല ടേസ്റ്റാണ്. ചെറിയ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ മറ്റുള്ളവരിലേക്കൊന്ന് എത്താനായിട്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കല്ലേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്